ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. നമുക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും ഒരാഴ്ച കഴിയുമ്പോൾ അല്ല 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയൊരു സ്ഥിതിയിലേക്ക് ആവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കുറേ വിചാരിക്കുന്നത് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ. പിന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള റൂമിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചെയറിൽ മടക്കി വെക്കാനുള്ള തുണിയുണ്ട്, അതേപോലെ തന്നെ ബെഡൊന്ന് വിരിക്കാനുണ്ട്, പിന്നെ മേശൻ്റെ മുകളിൽ കുറച്ച് അലങ്കോല സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി റെഡിയാക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അധികം വെയിറ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് റൂമിൻ്റെ അവസ്ഥ. ആ മേശപ്പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്, കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. പിന്നെ താഴെ നമ്മൾ പെയിൻ്റ് അടിച്ചായിരുന്നു, അതൊക്കെ ഇളകിപ്പോയതാട്ടോ ഈ കാണുന്നത്. പിന്നീട് അടിക്കാതിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ടൈൽസ് ഇടാനുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അതൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വയനാട്ടിലേക്കുള്ളതാണ്. നമ്മുടെ വയനാട് ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെതും അമ്മേൻ്റെതും അനിയൻ്റെതും കുറച്ച് നല്ല ഡ്രസ്സുകളാണ്. അത് നമ്മളിവിടെ എടുത്തു വെച്ചതാണ്. ഇവിടെ തന്നെ ആൾ കളക്ട് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ വെള്ളമൊക്കെ കയറി ആകെ അലമ്പായതിനെ കൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ എടുത്തു വെക്കാം, അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അപ്പത്തെ അവസ്ഥ. പിന്നെ ഈ ചുമരൊക്കെ എന്താ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് മഴ പെയ്തിട്ട് ഈർപ്പ് ഇറങ്ങുന്നതാണ്. പിന്നെ അതുമല്ല, നമ്മളൊരു 8 കൊല്ലം മുന്നേ, അതായത് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിന് അടിച്ചതാണ് പെയിൻറ്റ്. പിന്നെ പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. അപ്പം ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള കലാവിരുതുകളൊക്കെയാണ് ചുമരുമ്പിൽ കാണാനും കഴിയുന്നത്.
അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ലവ് യു സോ മച്ച്. ബൈ.